പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുള്ളൂ. വലിയൊരു സവോളയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഒന്നെടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സവോളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടണം. ഒരുപാട് വഴന്ന് സോഫ്റ്റ് ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്ന അത്രയും സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബീഫോ ചിക്കനോ മുട്ട പുഴുങ്ങിയതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേവിച്ച ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. സെയിം തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ ഒരു 4 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്കാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു പാല് 1 കപ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിൽ ഒരു നെയ്യ് തടവി കൊടുത്ത ശേഷം ഇതിലേക്ക് മാവിൽ നിന്നും പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവൻ ഫില്ലിങ്ങും ഇതുപോലെ ഇതിന് മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫില്ലിങ്ങൊക്കെ ഇങ്ങനെ ഫില്ലാവുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ നമ്മൾ കിഡിലൻ ബീഫ് ബോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് വേണമെങ്കിൽ മൊരിപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനിലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക്